ജനങ്ങൾ ഇറങ്ങിയതിലുള്ള നന്ദി സൂചകമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നബിയെ, ഇപ്പൊ നിങ്ങൾ ചെയ്ത നടപടി എന്തല്ല, ശരിയല്ല, ഒരിക്കലും അല്ല. ഇതെന്താണ്? ഉത്ബോധനം. ആർക്കൊക്കെ? ജനങ്ങൾക്കുള്ള ഉത്ബോധനം. അതിന് പ്രത്യേകം എന്തില്ല, ഒന്നിങ്ങനെ തരംതിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കുട്ടികൾക്ക് ഇനി എന്താ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുവോ അത് അവൻ ഇതിനെ ഓർക്കട്ടെ. അല്ലെ? അതുകൊണ്ട് ഈ ഖുർആൻ ഉത്ബോധനമാണ്. ഉദ്ദേശിക്കുന്നുവോ അവൻ അതിനെന്ത് ചെയ്യട്ടെ? ഇതെന്താ സംഗതി? വേണ്ടവർ സ്വീകരിച്ചാൽ മതി, വേണ്ടവർ ഒഴിവാക്കാം എന്ന് മാത്രമാണോ? അല്ല. ഇതെന്താ? ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നത് ശരി തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നോമ്പ് വെച്ചാൽ മതി, അല്ലെ? ആവശ്യത്തിന് നമുക്ക് ഒഴിവാക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇതെന്താണോ? ഇത് നമുക്ക് അവസരമുണ്ട് എങ്കിലും ഇതൊരു മുന്നറിയിപ്പാണ്, ഇതൊരു താക്കീതാണ്, അല്ലേ? ഇത് സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമാണ്. വേണ്ടോര് ഓർക്കട്ടെ എന്ന് പറഞ്ഞാൽ വേണ്ടോര് പോലെ അല്ലാത്തവർക്ക് പോകാൻ നല്ല ഇതിന്റെ അർത്ഥം. പിന്നെന്താ? ഇത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടം നമുക്ക് വരാനുണ്ട് എന്നുള്ള ഒരു ഉത്ബോധനാണ്. നോക്കി, വെള്ളിയാഴ്ചകളൊക്കെ വളരെ ബോധമൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ സൂറത്ത് ഗൾഫൊക്കെ കേട്ടില്ലേ? ആ സൂറത്ത് ഗൾഫിലുണ്ടല്ലേ? ഉലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. എന്താ? ഇത് നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള സത്യമാണ്. ഏത്? ഈ വിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളും. എന്നിട്ട് അത് ഉദ്ദേശിക്കുന്നുവോ അവൻ വിശ്വസിക്കും, ഉദ്ദേശിക്കുന്നവൻ സ്വീകരിക്കട്ടെ, ഉദ്ദേശിക്കുന്നുവോ അവൻ അവിശ്വസിക്കട്ടെ. പക്ഷെ പിന്നെ അടുത്ത പറഞ്ഞാണ് വിശ്വസിക്കാത്തവർക്ക് അക്രമികളായ ആളുകൾക്ക് നാം നരകം ഒരുക്കി വെച്ചിരിക്കുന്നു. അതേപോലെ തന്നെ അതിന്റെ ഒരു കൂടാരം തന്നെ അവരെ വലയം ചെയ്തിരിക്കുന്നു. നരകണ്ട്, ആ നരകം അവരെ